ഇനി ഓപ്പൺ ഓഫീസിലെ ലാസ്റ്റ് പ്രോഗ്രാമാണ് 10th പ്രോഗ്രാം. ഒരു കാറിൻ്റെ ഇമേജ് എടുക്കുന്നു. ജിംബിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാറുടെ ഇമേജ് എടുത്തിട്ട് അതിൽ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ്, റൊട്ടേഷൻ, ഫ്ലിപ്പ്, ഷിയർ ഇത്രയും ചെയ്യുക. അതിനെയൊക്കെ എക്സ്പോർട്ട് ചെയ്യാം. വളരെ സിമ്പിളായ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഫസ്റ്റ് ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് അതിൽ ഗ്രാഫിക്സ് എടുക്കുക. ഗ്രാഫിക്സിലാണ് ജിംബ് കാണാനായിട്ട് സാധിക്കുന്നത്. GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പണായി വരണം. ഇച്ചിരി താമസമുണ്ട്. ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഫയൽ എടുക്കുക, ഓപ്പൺ എടുക്കുക. ഓപ്പണിൽ കാറിൻ്റെ ഒരു ഇമേജ് സപ്ലൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അത് എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്തേക്കെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയി കാറുടെ ഇമേജ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ സേവ് ചെയ്തേക്കുന്നത് +2 ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്താണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കാറുടെ പടം എടുത്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അപ്പം കാറുടെ പടം വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് റൊട്ടേഷനാണ് 40 ഡിഗ്രി, പിന്നെ ഫ്ലിപ്പ്, ഷിയർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ടൂൾസ് എടുക്കുക. ടൂൾസിൽ ട്രാൻസ്ഫോം ടൂൾസിൽ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എത്ര ആംഗിൾ വെച്ച് റൊട്ടേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അവിടെ 40 എന്ന് കൊടുക്കുക ആൻഡ് റൊട്ടേറ്റ് എന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം ഈ പടം സെലക്ട് ആയിട്ടുണ്ട്. റൊട്ടേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് 40 ഡിഗ്രീസ് വെച്ചിട്ട് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്ത ഇമേജ് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഫയൽ എടുത്തിട്ട് എക്സ്പോർട്ട് ആസ് എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യണം. അപ്പം നമ്മൾ നോർമലി എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡറിലായിരിക്കും സേവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാം എന്ന് പറഞ്ഞ ഫോൾഡർ എടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുമ്പോൾ കാറ് _റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് വേണം സേവ് ചെയ്യാൻ. കാരണം നമ്മൾ എക്സാമിനറിന് ഈ റൊട്ടേറ്റ് ചെയ്ത പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ എക്സാമിൻ്റെ ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അതെടുത്തങ്ങ് കാണിച്ചു കൊടുത്താൽ മതി റൊട്ടേഷൻ ചെയ്ത പടമൊക്കെ. അപ്പോൾ സേവ് ചെയ്യുക, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, വീണ്ടും എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ എക്സ്പോർട്ടഡ് ഇമേജ് അവിടെ വന്ന് സേവായി കിടക്കുന്നുണ്ടാവും. ഞാൻ പിന്നീട് ലാസ്റ്റ് എടുത്ത് കാണിക്കാം ആ 3 പടവും എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്ലിപ്പ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വീണ്ടും ടൂൾസ് എടുക്കുക, ട്രാൻസ്ഫോം ടൂൾസ് എടുക്കുക. അതിൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഫ്ലിപ്പ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ഒരു മൗസ് അനക്കുമ്പോൾ ഒരു ആരോ മാർക്ക് കാണാം. അതിൻ്റെ റൈറ്റും ലെഫ്റ്റായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. അപ്പോൾ ആ മൗസിൻ്റെ പോയിൻ്റർ കൊണ്ടുവന്നിട്ട് ആ കാറിൻ്റെ ഇമേജ് കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ അത് ഫ്ലിപ്പായി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഫ്ലിപ്പ് ചെയ്ത ഇമേജ് വേണം പിന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സേവ് ചെയ്യാൻ, എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന എക്സാം എന്ന് പറഞ്ഞ ഫോൾഡറിൽ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത്തവണ പേര് കൊടുക്കുമ്പോൾ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത പേര് മാറ്റിയിട്ട് ഫ്ലിപ്പ് എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, വീണ്ടും എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ലാസ്റ്റ് നമ്മളോട് ഷിയറിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും ടൂൾസ് എടുക്കുക, ട്രാൻസ്ഫോം ടൂൾസ് എടുക്കുക, അതിൽ ഷിയർ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ആ കൂടി ഫയൽ എടുത്ത് ഓപ്പൺ ചെയ്ത് കാറുടെ ഇമേജ് എടുത്തു. പിന്നെ എല്ലാം ടൂൾസ് എന്ന് പറഞ്ഞ മെനു ഐറ്റത്തിൽ കയറി ട്രാൻസ്ഫോം ടൂൾസിൽ റൊട്ടേറ്റ്, ഫ്ലിപ്പ്, ഷിയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾ ഷിയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷിയറിംഗ് എന്ന് വെച്ചാൽ ഇതിൻ്റെ XY ആക്സിസിനെ നല്ല രീതിയിൽ ചരിച്ചെടുക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഷിയറിൻ്റെ X ആക്സിസിൻ്റെ വാല്യൂ കൊടുക്കാം. 100 എന്ന് കൊടുക്കാം. പിന്നെ Y വാല്യൂ നമുക്ക് ഒരു 150 എന്ന് കൊടുക്കാം. എന്നിട്ട് ഷിയർ എന്ന് പറഞ്ഞ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഷിയറിംഗ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാണ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പം 350 ആൻഡ് ഇവിടെ 500 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുത്ത് നോക്കാം എന്താ മാറ്റം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഷിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ ഷിയർ ചെയ്ത് ചരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി അതും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞിട്ട് ഇത്തവണ കാറ് _ഷിയർ എന്ന് പറഞ്ഞ് വേണം സേവ് ചെയ്യാനായിട്ട്. എന്നിട്ട് സേവ് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഈ സേവ് ചെയ്തേക്കുന്ന എല്ലാം എവിടെയാണ്, എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ്. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ്സിലാണ് ഞാനത് സേവ് ചെയ്തത്. ഡോക്യുമെൻറ്റ്സിൽ പോയി എക്സാം എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ കാർ ഫ്ലിപ്പ് ചെയ്തത്, റൊട്ടേറ്റ് ചെയ്ത്, ഷിയർ ചെയ്ത പടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എക്സാമിനറിന് അത് വേണം എടുത്ത് കാണിക്കാനായിട്ട്. ആൻഡ് ലാസ്റ്റ്ലി ഇപ്പം നമ്മൾ ചെയ്ത ആ ജിംബിൽ ചെയ്ത ഫയലും സേവ് ചെയ്യാൻ മറക്കരുത്. ഫയൽ എടുത്തിട്ട് സേവ് കൊടുക്കുക. അതും എക്സാം എന്ന് പറഞ്ഞ ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യുക. കാർ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്താൽ മതി.
കാർ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുക. അപ്പോൾ അത് ഒരു XCSF ഫയലായിട്ടായിരിക്കും സേവ് ആവുന്നത്. അത്രയേ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ.